ഹലോ, വെൽക്കം ടു എൻമിഷൻ ഗുരു. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന സങ്കല്പമാണ്. നേരത്തെ തന്നെ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു. നോർമലൈസേഷനെ കുറിച്ചും ചെറുതായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അത് ഒന്നുകൂടി വിശദമാക്കുന്നു എന്നേ ഉള്ളൂ ഈ എപ്പിസോഡിൽ. അപ്പോൾ നമ്മളിവിടെ നോർമലൈസേഷൻ എന്ന പദം എന്താണ് എന്നറിയണം, ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നറിയണം. അതോടൊപ്പം എങ്ങനെയാണ് ഒരു വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യുന്നത് എന്നും അറിയണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ. നോർമലൈസേഷൻ എന്ന കൺസെപ്റ്റ് ബോൺ ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെടുത്തിയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത്. ബോൺ ഇന്റർപ്രിട്ടേഷൻ വേവ് ഫംഗ്ഷനെ ഒരു ഫിസിക്കൽ റിയാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേവ് ഫംഗ്ഷൻ അല്ല മതിയാവുന്നത്. വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ആണ്, മോഡുലസ് സ്ക്വയർ ആണ്. ഈ മോഡുലസ് സ്ക്വയർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പ്രോബബിലിറ്റി എന്ന് ചെറുതായി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം, നോർമലൈസേഷനിലേക്ക് വരാം. നമ്മൾ എപ്പോഴും പ്രോബബിലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പറയുന്ന ഏറ്റവും ലളിതമായ ഉദാഹരണം കോയിൻ ടോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു കോയിൻ ഉണ്ട്, ആ കോയിൻ ലോഡഡ് അല്ല എന്ന് പറയും. അപ്പോൾ ആ കോയിൻ്റെ നിർമ്മിതിയിൽ തന്നെ അത് ഹെഡോ ടെയിലോ വരാനുള്ള സാധ്യത ഒന്നുമില്ലാതെ ഇരിക്കുന്നു, ഒന്നിനെയും പ്രിഫർ ചെയ്യാതെ ഇരിക്കുന്നു, രണ്ടിനും സാധ്യത ഒരുപോലെ ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതോടൊപ്പം നമ്മുടെ ടോസിങ് പ്രോസസ്സും റാൻഡമാണ്. ആ പ്രോസസ്സിലും ഏതെങ്കിലും ഒരു ഹെഡോ ടെയിലോ വരാനുള്ള സാധ്യത ഒരുപോലെയാണ്, ഒന്നിനെയും ഫേവർ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോഴവിടെ പ്രോബബിലിറ്റി ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.5 എന്ന് പറയുന്നു, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.5 എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ വരാനുള്ള സാധ്യത ഒരുപോലെയാണ്, ഈക്വൽ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്തു അനേക തവണ ടോസ് ചെയ്യുമ്പോൾ ഏതാണ്ട് പകുതി തവണ 50% ഹെഡും 50% ടെയിലും ആയിരിക്കും. ഈ തവണകൾ വർദ്ധിപ്പിക്കുന്ന അനുസരിച്ച് അത് 50-50 ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മളൊരു കോയിൻ ഒരു തവണ ടോസ് ചെയ്തു, നമുക്ക് ഹെഡ് കിട്ടി. ഇനി രണ്ടാമത് ടോസ് ചെയ്യുമ്പോൾ അവിടെയും പ്രോബബിലിറ്റി എന്താണ്? 0.5 ഇതാണ് രണ്ടിനും ഉള്ളത്. അപ്പോൾ ആദ്യം ഹെഡ് കിട്ടിയതുകൊണ്ട് ഇനി ടെയിൽ കിട്ടുക അങ്ങനെയൊന്നുമില്ല. ഇനി പോകട്ടെ 10 തവണ കൺസിക്യൂട്ടീവായിട്ട് നമുക്ക് ഹെഡ് കിട്ടി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കണക്കാക്കാം. അത് വളരെ കുറവായിരിക്കും. പ്രോബബിലിറ്റി തിയറിയിൽ നിന്ന് നമുക്ക് വളരെ കണക്കാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഓരോന്നിൻ്റെയും സാധ്യത ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഹാഫ് റൈസ് ടു 10 എന്ന് എടുക്കണം. അത്രേ ഉള്ളൂ. 1/2 റൈസ് ടു 10 ആയിരിക്കും 10 കൺസിക്യൂട്ടീവ് ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി 11ാമത്തെ ടോസ് ചെയ്യുകയാണ്. 10 കഴിഞ്ഞു, ഇവന്റ് കഴിഞ്ഞു പോയി. 11ാമത്തെ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അവിടെ സാധ്യത എന്തായിരിക്കും? പകുതി വിധമായിരിക്കും, 0.5 ആയിരിക്കും. അപ്പോൾ 10 ഹെഡ് കിട്ടി, അതുകൊണ്ട് ഇനി അടുത്തത് ടൈലാകുക അങ്ങനെയില്ല. പുതിയ ടോസിന് പിന്നെയും എന്താണ്? 0.5 എന്ന് തന്നെയായിരിക്കും സാധ്യത നിലനിൽക്കുന്നത്. അങ്ങനെയാണ് പ്രോബബിലിറ്റി തിയറി പറയുന്നത്. അങ്ങനെയാണ് അനുഭവവും. റാൻഡം ഇവൻറ്റ്സ് അങ്ങനെയാണ്. ക്വാണ്ടം മെക്കാനിക്സിലും ഇവൻറ്റ്സ് റാൻഡം ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. റാൻഡം ഇവൻറ്റ്സിന്റെ പ്രോബബിലിറ്റിക്ക് വരുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സിലും ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താണ് വേവ് ഫംഗ്ഷൻ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ബോണാണ് അത് പറഞ്ഞത്. വേവ് ഫംഗ്ഷൻ സൈ തന്നെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ഉതകുന്നില്ല. എന്തുകൊണ്ടാണ് അത് ഉതകാത്തത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ സൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആകാം. അപ്പോൾ നമ്മൾ സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് കോർഡിനേറ്റ്സ് ആൻഡ് ടൈം കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സ്പേസ് കോർഡിനേറ്റിന്റെ മാത്രം ഫംഗ്ഷനാണ്, ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഫംഗ്ഷനാണ് നമുക്കുള്ളതെന്ന് കരുതുക തൽക്കാലം. അപ്പോൾ അവിടെ ഇനി ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളതെന്നും കരുതുക, എക്സ് മാത്രമേ ഉള്ളതെന്ന് കരുതുക. അപ്പോൾ എക്സിന്റെ ഫംഗ്ഷനാണ്. എക്സിനൊരു വാല്യൂ നമ്മൾ കൊടുത്താൽ സൈക്ക് ഒരു വാല്യൂ അവിടെ കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്തുണ്ടാകും? സൈ ഫംഗ്ഷനിൽ തന്നെ കോംപ്ലക്സ് നമ്പർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, ഇമാജിനറി നമ്പർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്കൊരു ഫിസിക്കൽ റിയാലിറ്റിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്താനാവില്ല. അപ്പോൾ ഇതിനെ ഒരു ഫിസിക്കൽ മീനിങ് ഡയറക്റ്റ് ആയിട്ട് സൈക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എന്താണ്? സൈയെ നമ്മൾ ഏതിനോടാണ് റിലേറ്റ് ചെയ്യുന്നത്? ബോൺ ഇന്റർപ്രിട്ടേഷൻ പ്രകാരം സൈ ആംപ്ലിറ്റ്യൂഡ് ആണെന്നാണ്, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് പ്രോബബിലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ക്വയർ എങ്ങനെയുള്ള സ്ക്വയർ? മോഡുലസ് സ്ക്വയർ എടുക്കണം. സൈ ഇൻറ്റു സൈ സ്റ്റാർ. സൈ സ്റ്റാർ എന്താണ്? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് സൈ. ഇനി സൈ ഒരു റിയൽ നമ്പർ ആകാം. റിയൽ നമ്പർ ആണെങ്കിൽ എന്താണ്? അതിന്റെ സിമ്പിൾ സ്ക്വയർ എടുത്താൽ മതി.
ഇമാജിനറി വരുന്നു, കോംപ്ലക്സ് നമ്പർ വരുന്നെങ്കിലാണ് നമ്മൾ അതിൻ്റെ മോഡുലസ് സ്ക്വയർ കൺസിഡർ ചെയ്യുന്നത്. ഇതെന്തായിരിക്കും? പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിരിക്കും എന്നാണ് ബോൺ ഇന്റർപ്രിട്ടേഷൻ പ്രകാരം. സൈ മോഡുലസ് സ്ക്വയർ ഈസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് എ ഗിവൺ പോയിന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയിൽ നിന്ന് പ്രോബബിലിറ്റിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഡെൻസിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മൾ സാധാരണ കാണുന്നത്. കാരണം അങ്ങനെയാണ് ഏത് ക്വാണ്ടിറ്റിയുടെയും ഡെൻസിറ്റി കണക്കാക്കുന്ന വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വോളിയം എലമെന്റ് കൺസിഡർ ചെയ്യാം, ഡി എക്സ് ഡിവൈ ഡി സെഡ്. വളരെ ചെറിയ വോളിയം എലമെന്റ് സൈ സ്ക്വയർ ഡി എക്സ് ഡിവൈ ഡി സെഡ്, സൈ മോഡുലസ് സ്ക്വയർ ഡി എക്സ് ഡിവൈ ഡി സെഡ് ആയിരിക്കും ആ വോളിയം എലമെന്റിൽ പാർട്ടിക്കിൾ കാണാനുള്ള സാധ്യത. ഇനി പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് തന്നെ 0 മുതൽ 1 വരെ ആകുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈസ് മോഡുലസ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ നമ്പർ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കണം. 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വോളിയം സ്പേസിൽ ഈ പാർട്ടിക്കിൾ വരാനുള്ള സാധ്യത ഇല്ല. 1 ആണെങ്കിൽ എന്താണ്? ഈ പാർട്ടിക്കിൾ ആ വോളിയം സ്പേസിൽ തന്നെ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോബബിലിറ്റി 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രത്യേക വോളിയം സ്പേസിൽ ഈ പാർട്ടിക്കിൾ വരാനുള്ള സാധ്യത 0.5 എന്നാണ്. ഇനി വളരെ ചെറിയ വോളിയം എലമെന്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലാർജർ വോളിയം എലമെന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്ത് വേണം? എക്സ് ആക്സിസിൽ ഒരു ലെങ്ത് നമ്മൾ ഇമാജിൻ ചെയ്യുക, വൈ ആക്സിസിൽ സെഡ് ആക്സിസിൽ അങ്ങനെ ഒരു വോളിയം എലമെന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് നമ്മൾ ഈ പറഞ്ഞ എക്സ് ആക്സിസിൽ എ ടു ബി, വൈ ആക്സിസിൽ പി ടു ക്യൂ, സെഡ് ആക്സിസിൽ എക്സ് ടു വൈ, അങ്ങനെ പോയിന്റ്സ് ഇമാജിൻ ചെയ്ത് നമുക്ക് അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കിട്ടുന്നു. ഒരു 0.6 എന്നൊരു വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുന്ന വോളിയം സ്പേസിൽ ഈ പാർട്ടിക്കിൾ നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് പാർട്ടിക്കിളാണോ, ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കാം, ഈ പാർട്ടിക്കിൾ കണ്ടെത്താനുള്ള സാധ്യത 0.6 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് ടൈം അനുസരിച്ച് വേരി ചെയ്യുന്നില്ല എന്നുകൂടി വിചാരിച്ചോളൂ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആണെങ്കിൽ ടൈം അനുസരിച്ച് പ്രോബബിലിറ്റി വേരി ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ അധികം എക്സ്പെരിമെൻറ്റിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചു എന്ന് കരുതുക. അതിൽ 60% നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത വോളിയം എലമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ പാർട്ടിക്കിൾ ഉണ്ടാകും വളരെയധികം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് വേവ് ഫംഗ്ഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഒരു ആറ്റത്തിലാവുമ്പോൾ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമുക്കിതുപോലെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും എന്ന് കരുതിക്കോളൂ. ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യത്തിൽ, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യത്തിൽ ഈ ഇലക്ട്രോൺ പൊസിഷൻ ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അനേക എക്സ്പെരിമെൻറ്റിൽ ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും. എന്താണ് അതിൻ്റെ അർത്ഥം? ആ ഡോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ എവിടെയാണോ അവിടെ ആയിരിക്കും ഇലക്ട്രോണിൻ്റെ പൊസിഷൻ വരാൻ കൂടുതൽ സാധ്യത. അവിടെയാണ് ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. വേറെ രീതിയിൽ ഇലക്ട്രോൺ അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് പ്രോബബിലിറ്റി പിക്ചർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ സംബന്ധിച്ച ഒരു ചെറിയ പാർട്ടിക്കിളിനെ സംബന്ധിച്ച പ്രോബബിലിറ്റി പിക്ചർ ഇതാണ്. റൈറ്റ്. ഇനി എന്താണ് ഈ നോർമലൈസേഷൻ വെച്ചാൽ, നമ്മളൊരു റിയൽ പാർട്ടിക്കിളിനെയാണ് വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിള് സ്പേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേഷനിലൂടെ കിട്ടുന്നത്. ഇൻ്റഗ്രേഷൻ ഒരു ലിമിറ്റിലാണ് ചെയ്യുന്നത്. നമ്മൾ ഹോൾ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് -∞ നിന്ന് +∞ വരെയുള്ള സ്പേസ് മുഴുവൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്ത് വേണം? ഒരു റിയൽ പാർട്ടിക്കിൾ ആണെങ്കിൽ അത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണ്ടേ. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 1 ആയിരിക്കണം. നമ്മൾ ഒരു ഡയമെൻഷൻ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്ന് കരുതിയിട്ടുള്ളൂ. 1 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു വേൾഡാണ് ഇമാജിൻ ചെയ്യുന്നത്. അവിടെയാണ് ഒരു പാർട്ടിക്കിൾ ഉള്ളത്. ഈ പാർട്ടിക്കിൾ എന്ത് വേണം? -∞ to +∞ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ മോഡുലസ് സ്ക്വയർ dx എടുക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. എങ്കിലേ അതൊരു പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. 1 അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പാർട്ടിക്കിളിൻ്റെ 0.5 എന്ന് കിട്ടിയെന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പാർട്ടിക്കിളിൻ്റെ പകുതി ഈ +∞ to -∞, അതായത് ഈ യൂണിവേഴ്സിലുണ്ട്, പകുതി ഈ യൂണിവേഴ്സിലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീനിങ് ഫുൾ അല്ല. അതൊരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല. റൈറ്റ്. ഇനി ഒന്നിൽ കൂടുതൽ വാല്യൂ കിട്ടിയാൽ എന്താണ് അർത്ഥം? ആ പാർട്ടിക്കിൾ ഒരു പാർട്ടിക്കിൾ അല്ല, അതിൽ കൂടുതൽ പാർട്ടിക്കിൾ ആയിപ്പോയി. അവിടെ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈ യൂണിവേഴ്സിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനും
ഫിസിക്കലി മീനിങ് ഫുൾ അല്ല. അപ്പോൾ എന്ത് കിട്ടണം? ആ ഇൻ്റഗ്രൽ എന്ത് കിട്ടണം? 1 കിട്ടണം. അത്രേ ഉള്ളൂ. കാരണം ഒരു പാർട്ടിക്കിളാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾ ഈ സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. റൈറ്റ്. ഇനി നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസ് ആകുമ്പോൾ എന്ത് വേണം? ഈ ഇൻ്റഗ്രേഷൻ dx dy dz അതിനെ ഡിട്ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി dxലും dyലും dzലും എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വേവ് ഫംഗ്ഷനെ എന്ത് വിളിക്കാം? നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. റൈറ്റ്. psi മോഡുലസ് സ്ക്വയർ dx dy dz ഇൻ്റഗ്രൽ +ഇൻഫിനിറ്റി ടു -ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി 3 തവണ ഉണ്ടെങ്കിൽ എന്തായി? 1 കിട്ടും. അത്രയേ ഉള്ളൂ. 1 കിട്ടുന്നെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. അതിനെ ഫിസിക്കൽ വേൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അർത്ഥം. ഇനി നമുക്കൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തെന്ന് വിചാരിച്ചോളൂ സൈ. പക്ഷെ എന്തല്ല, ഇൻ്റഗ്രൽ 1 ആകുന്നില്ല എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ല. അപ്പോൾ എന്ത് വേണം? അതിനെ റിയൽ ആയിട്ടുള്ള പിക്ചറിനെ, റിയൽ ആയിട്ടുള്ള വേൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനെ നോർമലൈസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? സൈ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. സ്യൂട്ടബിൾ ആയ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം? ഈ ഇൻ്റഗ്രലിനെ നമുക്ക് എന്തിലെത്തിക്കാം? 1 അപ്പോൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് n എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ഏത് ഇൻ്റഗ്രൽ? nxi സ്റ്റാർ nxi, നമ്മുടെ പുതിയ വേവ് ഫംഗ്ഷൻ nxi എന്നാണ്. അതിൻ്റെ ഇൻ്റഗ്രൽ dxൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി, ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളെങ്കിൽ, 3 ഡയമെൻഷൻ ഉള്ളെങ്കിൽ dxലും dyലും dzലും -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടണം? 1 കിട്ടും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള n-ന്റെ വാല്യൂ കിട്ടിയാൽ എന്തായി? നോർമലൈസ് ചെയ്യപ്പെട്ടു വേവ് ഫംഗ്ഷൻ. nxi is the new normalized wave function. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മളൊരു 2 ഉദാഹരണത്തിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, 1D ബോക്സ്, 1 ഡയമെൻഷണൽ ബോക്സ്, ഒരു ഡയമെൻഷനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബോക്സ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യുന്നു. 0 to Lx, x ഡയമെൻഷനിൽ ആയതുകൊണ്ട് 0 to Lx എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അവിടെ എന്തുണ്ടെന്നാണ് ഇമാജിനേഷൻ? അവിടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വോൾ ഉണ്ട്. ഈ വോള് പെനിട്രേറ്റ് ചെയ്ത് പാർട്ടിക്കിളിന് പോകാൻ കഴിയില്ല. ഇൻഫിനിറ്റ് എനർജി ഉണ്ടെങ്കിലേ വോള് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വോളിൻ്റെ ഉള്ളിൽ കൺഫൈൻഡ് ആണ് പാർട്ടിക്കിൾ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? വേവ് ഫംഗ്ഷൻ ഈ വോളിലും അതിന് പുറത്തും 0 ആണ്. വേവ് ഫംഗ്ഷനിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പാർട്ടിക്കിള് ഈ ബോക്സിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, ബോക്സിന് പുറത്തില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് എവിടെ നിന്ന് എവിടെ വരെ മതി? 0 to Lx മതി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് വേണം? പാർട്ടിക്കിൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ വേണം. അപ്പോൾ 0 to Lx ഇൻ്റഗ്രൽ എന്താവണം? 1 ആവണം എന്നേ അർത്ഥമുള്ളൂ. ഇനി നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ xi അല്ലെങ്കിൽ x എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. x of x വേവ് ഫംഗ്ഷനെ ഇവിടെ തൽക്കാലം x എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ക്യാപിറ്റൽ X. x of x is equal to a sin nx by x by Lx എന്നാണ് ഇക്വേഷൻ. എന്നാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. എന്നാണ് വേവ് ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, a ആണ് കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് എത്രയാണെന്ന് മനസ്സിലാക്കിയാലേ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ ആവുന്നുള്ളൂ. ഈ കോൺസ്റ്റന്റിനെ നമ്മളിവിടെ തൽക്കാലം നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ കോൺസ്റ്റന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ ആയി. ഇവിടുത്തെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് a എന്ന് വിചാരിക്കും. റൈറ്റ്. അപ്പോൾ ഇത് നമ്മുടെ നോർമലൈസേഷൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? a സ്ക്വയർ ഇൻ്റഗ്രൽ 0 to Lx സൈൻ സ്ക്വയർ nx pi x by Lx dx. നമ്മളതിനെ റീഅറേഞ്ച് ചെയ്ത് 1 by a സ്ക്വയർ എന്നെടുക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ nx pi x Lx ഇൻ്റഗ്രൽ ടു ദ ലിമിറ്റ് 0 to Lx എന്ന് കിട്ടുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. Lx/2 എന്നാണ് കിട്ടുക. അപ്പോൾ എന്താണ് Lx/2 എന്ന് പറയുന്നത്? 1 by n സ്ക്വയർ ആണ്. സോറി, a കാണും. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ നമ്മളിവിടെ a എന്നാണ് ഇമാജിൻ ചെയ്തത്. ഇടയ്ക്ക് ഞാൻ തെറ്റിച്ച് n എന്ന് പറഞ്ഞു പോയതാണ്. a എന്നാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ ഇവിടെ കൺസിഡർ ചെയ്തത്. അപ്പോൾ a എന്ത് കിട്ടുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് 2 by Lx എന്ന് കിട്ടുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഒറിജിനൽ ഫംഗ്ഷനിലേക്ക്
എക്ക് പകരം കൊണ്ടുവരുന്നു, നമുക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടി, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ കിട്ടി. അത്ര തന്നെയുള്ളൂ. ഇനി 3D ബോക്സ് ആണെങ്കിലും 3D ബോക്സ് ആകുമ്പോൾ എന്താണ്, 3 ആക്സിസും ഉണ്ട്, 3 ഡയമെൻഷൻസും ഉണ്ട്. LX എക്സ് ആക്സിസിലെ ലെങ്ത്, LY വൈ ആക്സിസിലെ ലെങ്ത്, LZ Z ആക്സിസിലെ ലെങ്ത്. അവിടെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, സൈ ഫംഗ്ഷൻ, സൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസെഡ്, അതിനെ 3 ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലൈ നമ്മൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. എക്സ് ഓഫ് എക്സ്, വൈ ഓഫ് വൈ, സെഡ് ഓഫ് സെഡ്, എന്നിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോൾവ് ചെയ്യുമ്പോൾ സമാനമായ റിസൾട്ടാണ് കിട്ടുന്നത്. വൈ ഓഫ് വൈ ഈക്വൽസ് 2/ly സ്ക്വയർ റൂട്ട് ഓഫ് 2/ly, സൈൻ ny പൈ വൈ ly എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇസെഡിനും 3 സമാന ഇക്വേഷൻസ് കിട്ടുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ 2/lx 2/ly 2/lz മൾട്ടിപ്ലൈ ചെയ്താൽ 8/lx ly z lz സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, റൈറ്റ്, സ്ക്വയർ റൂട്ട് ഓഫ് 8/lx ly lz. അവിടുത്തെ ഡിനോമിനേറ്റർ lx ly lzനെ നമുക്ക് എന്തായിട്ട് എഴുതാം, വോളിയം ആയിട്ട് എഴുതാം, റൈറ്റ്. അപ്പോൾ എന്ത് എഴുതാം, 8/v സ്ക്വയർ റൂട്ട് ഓഫ് 8/v എന്ന് എഴുതാം. അത് സൈൻ ഫംഗ്ഷൻ അതുപോലെ തന്നെ ഉണ്ടാവും, 3 സൈൻ ഫംഗ്ഷൻ ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ 3D ബോക്സിലെ വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്, നമ്മുടെ 1D ബോക്സിൻ്റെ നോർമലൈസേഷൻ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അവിടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് സ്ക്വയർ റൂട്ട് ഓഫ് 8/v ആണ്. അവിടെ v is the volume of the 3D box. ഇനി നമുക്ക് മറ്റൊരു വേവ് ഫംഗ്ഷൻ, ടൈം ഡിപ്പെൻഡന്റ് വേവ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു. അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കരുതുക. വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ്, സൈ ഓഫ് RT, R സ്പേസ് കോർഡിനേറ്റ് ആണ്, റൈറ്റ്. നമ്മൾ R എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു സ്പേസ് കോർഡിനേറ്റിന്, ടൈം T എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഈ വേവ് ഫംഗ്ഷൻ എന്താണ്, 2 പാർട്ട് ഉണ്ട് ഇതിനെ. സൈ R സ്മോൾ സൈ ആയി, ടോട്ടൽ വേവ് ഫംഗ്ഷൻ ക്യാപിറ്റൽ സൈ ആയിരുന്നു. ഇവിടെ അതിൻ്റെ ഒരു പാർട്ട് സൈ ആർ, ഏതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്പേസ് കോർഡിനേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ട്, ഇൻറ്റു e⁻⁻⁻t, അതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട്, വേരി ചെയ്യുന്ന പാർട്ട്, ടൈം അനുസരിച്ച് വേരി ചെയ്യുന്ന പാർട്ട് അതാണ്, റൈറ്റ്. ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുക, അത്ര തന്നെ ഉള്ളൂ. മോഡുലസ് സ്ക്വയർ എടുക്കുന്നുണ്ട് എന്ത് വരുന്നു, സൈ ആർ അങ്ങനെ തന്നെ. പിന്നെ എന്താണ്, അവിടെ ഇമാജിനറി നമ്പർ ഇല്ല, കാരണം സ്പേസ് കോർഡിനേറ്റ് ആണ്, ഇമാജിനറി നമ്പർ വരുന്നില്ല അവിടെ. ഓക്കെ, ലിവ് e⁻⁻⁻t വരും, സൈ സ്റ്റാർ വരുന്നുണ്ട്, പ്ലസ് i⁻t വരും. അത് ക്യാൻസൽ ചെയ്യുന്നു, എന്താകുന്നു, 2 ഫംഗ്ഷനും ചേർന്നിട്ട് നമുക്ക് 1 എന്നാണ് കിട്ടുക. e⁻0 എന്ന് വരും, അത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നു, സൈ ആർ സ്ക്വയർ. സൈ ആർ സ്ക്വയറിൽ എന്തേ ഉള്ളൂ, സ്പേസ് ഡിപ്പെൻഡൻറ്റ് പാർട്ടേ ഉള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി ഏതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്പേസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്പേസ് കോർഡിനേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. പ്രോബബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സ്പേസ് കോർഡിനേറ്റ് എലോൺ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം. അപ്പോൾ ടൈം അനുസരിച്ച് പ്രോബബിലിറ്റി മാറുന്നില്ല ഈ വേവ് ഫംഗ്ഷന്, ഈ പ്രത്യേക വേവ് ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ പോയിന്റ് ഓർ ഇൻ എ ഗിവൺ വോളിയം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരം ഒരു വേവ് ഫംഗ്ഷൻ, ഇത്തരം വേവ് ഫംഗ്ഷൻസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ധാരാളം കാണും. ഇനി മറ്റൊരു ഇമാജിനറി വേവ് ഫംഗ്ഷൻ e⁻x ആണ്. e⁻−x എന്നുണ്ട്, e⁻+x എന്നുണ്ട്. എന്താണ്, എക്സിൻ്റെ വാല്യൂ ഒരു 1 ഡയമെൻഷണൽ വേവ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എക്സ് ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ e⁻−x ആണ്. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആകുമ്പോൾ e⁻+x ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് നോർമലൈസ് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോർമലൈസേഷൻ റിക്വയർമെന്റ് എന്താണ്, -∞ to +∞ ആണ്. സൈ സ്റ്റാർ സൈ dx ഷുഡ് ബി ഈക്വൽ ടു 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നോർമലൈസ്ഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈയെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n ആണെന്ന് വിചാരിച്ചോളൂ, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ n സൈ സ്റ്റാർ n സൈ dxന്റെ ഇൻ്റഗ്രലാണ് എത്രയാവേണ്ടത്, 1 ആവേണ്ടത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടെ. പക്ഷേ ഫംഗ്ഷനെ എന്ത് വേണം, 2 പാർട്ടായിട്ട് എഴുതണം. ഒന്ന്, എക്സിൻ്റെ വാല്യൂ 0ൽ താഴെ ആയിരിക്കുന്നത്,
അടുത്ത പാർട്ട് എക്സിൻ്റെ വാല്യൂ 0യ്ക്ക് മുകളിലായിരിക്കും. അതിൻ്റെ സമ്മായിട്ട് നമ്മൾ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ എന്ത് കിട്ടുന്നു? എൻ സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് 0 to ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ് e⁻⁻x എന്നാണ് അവിടെ വരിക. സ്ക്വയർ dx പ്ലസ് 0 to -ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അവിടെ ഫംഗ്ഷൻ എന്തായി? e⁻x e⁻+x ആയി. സ്ക്വയർ dx ഇത് 1 ആകണം. ഈ രണ്ട് ഇൻ്റഗ്രലും ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ഇൻ്റഗ്രലിൻ്റെയും വാല്യൂ ഹാഫ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അറിയാം, വളരെ സിമ്പിളായ കാര്യമാണ്. ഇൻ്റഗ്രൽ ഹാഫ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ രണ്ട് ഇൻ്റഗ്രലിലൂടെ ആഡ് ചെയ്താൽ 1 കിട്ടുന്നു. സോ n സ്ക്വയർ ഇൻറ്റു 1 is 1 ഓർ n സ്ക്വയർ is 1. സോ n is 1. ഇവിടെ എന്താണ്? ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് 1 ആണ്. നമ്മുടെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി. അവിടെ ഫംഗ്ഷനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓൾറെഡി നോർമലൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നോർമലൈസേഷൻ എന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇത്തരം സിമ്പിളായ ഉദാഹരണങ്ങൾ മതിയാവും മിക്കവാറും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ചെയ്യാനായിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഹയർ ലെവൽ എക്സാമിന് പോയാലും ഉണ്ടാവുള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം മതിയാകും. ഓക്കെ, ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു. വീണ്ടും കാണാം. റൈറ്റ്.